സംഗീതം എന്നുള്ളതിന് ഇന്ന തരത്തിലെന്തൊന്നും ഒരു നിശ്ചയമൊന്നുമില്ല. പക്ഷെ പ്രത്യേകിച്ച് സിനിമാ ഗാനങ്ങളാണെങ്കിൽ പല ഭാവങ്ങളാണ്. ഇന്നിപ്പോഴതല്ല. ഇന്ന് ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു വർക്കൗട്ട് മ്യൂസിക്കിൻ്റെ ലക്ഷണമാണ് ഇപ്പോൾ എനിക്ക് കിട്ടുന്നത്. വർക്കൗട്ട് മ്യൂസിക് എന്ന് പറഞ്ഞാൽ പാരിജാതം അത്ര മഹത്തായ ഒരു ഗാനമാണ് ദേവരാജൻ മാസ്റ്റർ ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ താമസം എന്ത് വരുവാൻ, ഇത് ശരീരത്തിൻ്റെ എക്സർസൈസ് ചെയ്യാൻ പറ്റിയ ഒരു ഗാനമല്ല. ഞാൻ താമസം എന്ത് ഇട്ടിട്ട് വല്ലവരും അത് വർക്കൗട്ട് ചെയ്തു, അവന് ആകെ താഴെ വീഴും. അതൊന്ന് ഒരു സ്റ്റെപ്പ് എടുത്ത് വരുമ്പോഴത്തന്നെ. അപ്പം മറ്റേതാകുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സുഖമായിട്ട് നമുക്ക് ഇത് തന്നെ ഒരു 10, 40, 50 പ്രാവശ്യം സ്വരം വേണ്ട, ശ്രുതി വേണ്ട, താളം എങ്ങനെ വേണമെങ്കിലും. ഇപ്പോൾ കമ്പ്യൂട്ടർ വലിച്ച് താളത്തിൽ വന്നില്ലെങ്കിലും കമ്പ്യൂട്ടർ ഉണ്ട്. ഇന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പത്മഭൂഷണവും പത്മശ്രീയും ഒക്കെ ഈ നാഷണൽ അവാർഡും ഒക്കെ കൊടുക്കേണ്ടത് കമ്പ്യൂട്ടറിനാണ്. സത്യത്തിൽ വലിയ എനിക്ക് ഇപ്പോഴും തോന്നി വരുന്നൊരു കാര്യമാണ്. ഉള്ളത് തുറന്നാൽ ഈ നല്ലൊരു സ്ഥലത്ത് അതിശയരാഗത്തെ പറ്റി പറയുന്നതിന് പകരം ഇത് പറയേണ്ടി വന്നു പോയത് വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഇന്നും ശ്രുതി ചേർന്നിട്ടുണ്ടോ എന്ന് ദുഃഖിക്കുന്നവനാണ് ഞാൻ. താളം കറക്റ്റായിട്ട് വീഴുന്നുണ്ടോ എന്ന് ദുഃഖിക്കുന്നവനാണ് ഞാൻ. ഇന്നതല്ല, മെക്കാനിക്കലി ശ്രുതി ചേർക്കുക, മെക്കാനിക്കലി താളം ചേർക്കുക എന്നുള്ള ഒരു പരിതസ്ഥിതിയിൽ എത്തിയെങ്കിൽ മനുഷ്യൻ്റെ ആവശ്യമില്ല. 4 വർഷം അടുപ്പിച്ച് ഒരു പിയാനോ ട്യൂണർ വെച്ചിട്ട് സായുടെ ശ്രുതി സാ എത്ര കറക്റ്റായിട്ട് ആ 0യിൽ വരുമോ എന്ന് ശ്രമിച്ചിട്ടുള്ളവരാണ് ഞാൻ. ഇതെന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല, ഇനിയത്തെ തലമുറ പഠിക്കണം. ഒന്നിനും നിങ്ങളെ പുറകെ ചെന്ന് പിച്ച് തരേണ്ട ആവശ്യമില്ല. പഠിക്കുക, സ്വന്തമായിട്ട് സ്വായത്തമാക്കുക സംഗീതത്തിൻ്റെ അടിത്തറയുള്ള കാര്യങ്ങൾ. ആരെയും തേടിപ്പോകരുതെന്ന് എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞത് ഇന്ന് വരെ ഞാൻ തേടിയിട്ടില്ല. എന്നെപ്പറ്റി ആരും എഴുതിയിട്ടല്ല ഞാൻ ഈ സ്ഥിതിയിലെത്തിയത്. എൻ്റെ സംഗീതത്തെ മാത്രമേ ഞാൻ മനസ്സുകൊണ്ട് ധ്യാനിച്ചു. ആ സരസ്വതിയെ മാത്രമേ ഞാൻ ധ്യാനിച്ചിട്ടുള്ളൂ. സരസ്വതിയെ പറ്റി നമുക്ക് പറയുമ്പോൾ സാധാരണ സരസ്വതിയല്ല, സംഗീതം എന്നുള്ള സരസ്വതിയെ ആരെടുത്താലും അതിന് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല, ശരിയായ സംഗീതം എടുത്താൽ. എന്നാൽ ലക്ഷ്മി അതല്ല. അതിപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഈ കാലയളവിലൊക്കെ ലക്ഷ്മിയോട് പുറകെ പോയ ആളുകളെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായി. എന്നാൽ സരസ്വതി ഒരിക്കലും നിങ്ങളുടെ പുറകെ വരില്ല, സരസ്വതിയുടെ പുറകെ നമ്മൾ പോകണം. ലക്ഷ്മി വരും, വീട്ടിട്ട് അവളുടെ കാര്യം കഴിയുമ്പോൾ അവൾ പോവുകയും ചെയ്യും. ഒരു സരസ്വതി അതല്ല, അവളൊരിക്കലും വിടില്ല. അവളെ ധ്യാനിക്കണം. ആ ധ്യാനത്തിന് വേണ്ടി നമ്മൾ ലക്ഷ്മി ഉണ്ടാകാൻ വേണ്ടിയുള്ള ധ്യാനമാണെങ്കിൽ സരസ്വതി വരില്ല. ഇത് നേരത്തെ ഉള്ളതാണ് ഈ ശാസ്ത്രം. ആ സരസ്വതിക്ക് വേണ്ടി കടുത്ത ശ്രമം, കടുത്ത ശ്രദ്ധ. ശരീരം അത് ഭക്ഷണക്രമം, മറ്റുള്ള ഒരുപാട് ക്രമങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അങ്ങനെയുണ്ടെങ്കിൽ ഒരു നിമിഷം നമ്മൾ അറിയാതെ ലയിക്കുന്ന ആ സ്വരത്തിൻ്റെ ലയം കൊണ്ട് എത്രയോ കുപ്പികൾ കാശ് ചെലവ് ചെയ്ത് കുടിച്ചു തീർക്കുന്ന ലഹരിയേക്കാൾ ഉപരിയായിട്ട് നമുക്ക് അനുഭവിക്കാറുണ്ട്. അത് എന്നും നിലനിൽക്കുന്നത്, രോഗം ഉണ്ടാക്കാത്തത്, നശിപ്പിക്കാത്ത ലഹരി, അതാണ് സംഗീത ലഹരി. അതുണ്ടാകണമെങ്കിൽ ആത്മാർത്ഥമായിട്ട് അതിനെ പൂജിക്കണം. അതുമാത്രമേ എനിക്ക് അടുത്ത തലമുറയോട് പറയാനുള്ളൂ. അല്ലാതെ ഞാൻ ഈ പാടി നിങ്ങളുടെ എല്ലാവരുടെയും ഇട്ടെന്നെ ഒന്ന് വിജയിപ്പിക്കണം ഒരിക്കലും ദണ്ഡിക്കരുത് കുട്ടികളെ കൊണ്ട്. ഇവിടെ പറയും മീഡിയക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, തെണ്ടികളാക്കാനല്ല നമ്മൾ, നല്ല ഗായകരാക്കാനാണ് ശ്രമിക്കേണ്ടത്. ഞങ്ങൾക്ക് EMS അല്ല, SMS അത് തന്നെ തെറ്റിക്കൊണ്ടിരിക്കുക. എന്തൊരു കഷ്ടമാണ്. ഞാൻ തന്നെയാണ് ഇതിൻ്റെ ഒരു വലിയ തെറ്റ് ചെയ്ത് ഞാൻ തന്നെ സമ്മതിച്ചു.
എൻ്റെ ഈശ്വരൻ എനിക്കിങ്ങനെ ഒരു ബോധം ആ സമയത്ത് വരുത്തിയല്ലോ എന്നുള്ളത് ഞാൻ ദുഃഖിക്കേണ്ടി തോന്നി. കാരണം ഒരു 10-20 വർഷങ്ങൾക്ക് മുൻപ് വോയിസ് ബാങ്ക് എന്ന് പറഞ്ഞൊരു സംഗതി ഞാൻ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ഭവിഷ്യത്തുകളാണ് ഇന്നിപ്പോൾ കാണിച്ചു കൊടുക്കുന്നത്. പക്ഷെ അത് സദുദ്ദേശത്തോടു കൂടിയാണ് ആരംഭിച്ചത്, ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പക്ഷെ ഇത്രയ്ക്ക് ഈ തരത്തിൽ പോകുമായിരുന്നെങ്കിൽ ഈശ്വര എനിക്കെന്തിനാ ആ ബോധം തന്നതെന്ന് ഞാനിപ്പോൾ ദുഃഖിക്കുന്നു. എനിക്ക് എളിയ അപേക്ഷയുള്ളത് കുട്ടികളെ കൊണ്ട് തെണ്ടിക്കരുത്, തെണ്ടികളാക്കരുത്. അവർ പിന്നെ എല്ലാത്തിനും തെണ്ടേണ്ടി വരും. പത്മഭൂഷണും പത്മശ്രീയും ഒക്കെ തെണ്ടേണ്ടി വരും. നല്ലൊരു സംഗീതത്തെ കിട്ടാൻ വേണ്ടി ശരിക്ക് കിടന്ന് സാധകം ചെയ്ത് ഗുരുമുഖത്ത് നിന്നത് പഠിച്ച് ഒരു ദിവസം കൊണ്ടൊക്കെ ഒരു കീർത്തനം പഠിക്കാൻ ഒക്കില്ല. ഒരു രാഗം പഠിക്കാനൊക്കില്ല. ഒരു രാഗം ഇന്ന് കർണാടക സംഗീതത്തിലുള്ള ഏറ്റവും വലിയ മഹത്വം. ഇന്നൊരു കല്യാണി രാഗം പാടിക്കഴിഞ്ഞാൽ നാളെ പാടുന്നത് വേറൊരു ഫോർമേഷനിലാണ് അത് വരുന്നത്. അപ്പോൾ എവിടെ ഇതിരിക്കുന്നത്? ഇത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് വല്ലയിടത്തുമൊക്കെ ഓടി നടന്നുകൊണ്ട് കുറേ മാലയും അതും ഇതും ശങ്കി ശുണ്ടിയൊക്കെ കാണിച്ചിട്ടുണ്ട്. രാഗമൊന്നും വരും, വേറെ വല്ലതും വരുന്നത്. ഇതെനിക്ക് പറയാനുള്ളതുകൊണ്ട് ഈ ഒരു അവസരം ഞാൻ നന്നായിട്ട് എന്തെങ്കിലും ആകട്ടെ പറയാതിരിക്കാൻ വയ്യ. വരുമ്പോഴേ എൻ്റെ ഭാര്യയോടെ ഒന്നും വേണ്ടാത്തതൊന്നും പറയുന്നില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാനത് പറഞ്ഞു പോകും. അപ്പോൾ അവൾ മനഃപൂർവ്വം ഇത് പറയിപ്പിക്കുകയാണോ എന്ന് എനിക്കൊരു സംശയം.